ഫിലിപ്സിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ പച്ച കളറിൽ റീഡ്രസ് ലൈൻ വരിക, അതിനകത്ത് പിക്ചർ നിൽക്കുക, ഗ്രീൻസ് നിൽക്കുക, അങ്ങനത്തെ കംപ്ലയിൻ്റാണ്. ഇപ്പോൾ ഓഫായി പോയിട്ടുണ്ട്. അത് ഈ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഓഫായത്. അത് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഒരു ബ്ലിങ്കിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബേസ് ബോർഡ് ഡ്രൈ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ബേസ് ബോർഡൊന്ന് ഡ്രൈ അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ടുള്ള ഡ്രൈ ഒന്നുമില്ല, ഒരു നോർമലായിട്ട് ഡ്രൈ ഉണ്ട് ബേസ് ബോർഡിന്. അപ്പോൾ അതുകൊണ്ട് ബേസ് ബോർഡ് ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്യുകയാണ്. ഇത് നല്ല ഫാസ്റ്റാക്കി ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ബേസ് ബോർഡ് ഡ്രൈ സോൾഡർ ചെയ്തിട്ട് ഓൺ ചെയ്തപ്പോഴും ആ സെയിം കംപ്ലയിൻറ്റ്. ഇപ്പോൾ അതാ നീല കളറിൽ റീട്രേസ് ലൈൻ, അതിനകത്ത് പിക്ചറുണ്ട്, AV എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. റീട്രേസ് ലൈൻ ആയതുകൊണ്ട് തന്നെ അതാ ബോർഡ് സംഭവം ചെക്ക് ചെയ്തപ്പോൾ ഇതാ എല്ലാറ്റിയുടെ അടുത്തായിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ട് ഒരു ഡയോഡുണ്ട്, അത് കീഞ്ഞ് നിൽക്കുകയാണ് സംഭവം. എന്ന് പറഞ്ഞാൽ ഈ ചെത്ത് പൊടിഞ്ഞതുപോലെ ഒക്കെ നിൽക്കുകയാണ്. ഇവിടെ എനിക്ക് സംഭവം മനസ്സിലായി, ഈ ഡയോഡാണ് പ്രശ്നക്കാരെന്ന്. അങ്ങനെ ഈ ഡയോഡിനെ ഇളക്കിയെടുക്കുകയാണ്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇവിടെ ദാ ഈ ഡയോഡ് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുത്തപ്പോഴത്തേക്കും 2 കഷ്ണമായി പോയിട്ടുണ്ട്. ഇതാ സംഭവം വേറെ സെയിം ഡയോഡ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, സെയിം ബോർഡിലൊന്നും ഊരിയതാണ്, സെയിം വാല്യൂ ആണ്. അപ്പോൾ ഡയോഡെല്ലാം സോൾഡർ ചെയ്ത് വെച്ചു. ഇനി TV ഓൺ ചെയ്ത് നോക്കാം. അതാ TV ഓൺ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതാ സംഭവം ഓണായി വന്നിട്ടുണ്ട്. ആ റീട്രേസ് ലൈൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ആ ഡയോഡായിരുന്നു അപ്പോൾ കംപ്ലയിൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.